ഹലോ ഹായ് നമസ്കാരം. ആദ്യമേ തന്നെ ഇതൊരു വാണിംഗ് ആയിട്ട് എടുക്കണം. നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു അഡൽട്ട് കണ്ടൻറ്റ് എന്നുള്ള നിലയിലേക്ക് പോകുന്ന പോലത്തെ ഒരു സിനിമയാണ്. അങ്ങനെ അല്ലാതെ ഈ സിനിമയെക്കുറിച്ചൊക്കെ ഞാൻ എന്ത് പറയാനാ എന്ന് പറയാൻ തോന്നുന്ന പോലത്തെ ഒരു സിനിമ. രവി തേജ നായകനായിട്ടുള്ളൊരു സിനിമ. ഇങ്ങേരുടെ പടങ്ങളൊക്കെ വൻ കോമഡിയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞ് പല ആളുകളും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ആ കർമ്മം നിർവഹിക്കാനുള്ളൊരു യോഗമുണ്ടായത്. എന്തൊരു യോഗമാണോ എന്തോ. സിനിമയുടെ പേര് മഹാസായുലഘുവിജ്ഞ. ഇത്രയൊക്കെ പറയുന്നതിനേക്കാൾ ഈ സിനിമയ്ക്ക് യോജിക്കുന്ന പേരെന്ന് പറയുന്നത്, നിങ്ങളൊരു കുട്ടിയാണെങ്കിൽ ഞാൻ വീണ്ടും വാൺ ചെയ്യാണ്, ഇനി അങ്ങോട്ട് ഈ വീഡിയോ കാണരുത്. കുറച്ചൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ സിനിമയ്ക്ക് പറ്റിയ പേര് ബാലയ്ക്ക് വേണ്ടി ഇട്ടതും മാനസയ്ക്ക് വേണ്ടി ഊരിയതും എന്നുള്ളതാണ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് രവി തേജ ഒരു കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാണ്. ഇത് നല്ല ഹൈറ്റിൽ ചാടിക്കുകയാണ്. ഈ ചാടിക്കുന്ന സമയത്ത് അവിടെ രണ്ട് പെണ്ണുങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് നമ്മളെ കാണിക്കും. എന്നിട്ട് രവി തേജ ഒരേ ഡയലോഗ് അടിയാണ് പറഞ്ഞു വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ നമ്മളൊക്കെ, അതായത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പുരുഷന്മാരും അനുഭവിക്കുന്ന പോലത്തെ ഒരു പ്രശ്നത്തിലാണ് പുള്ളി ചെന്ന് പെടുന്നതെന്നാണ്. ആ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാണ്ടല്ലോ, ആ നിപ്പിൽ ആ കാർ കത്തിപ്പോയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ തോന്നുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വൃത്തികെട്ട കഥയാണ് പിന്നീട് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. രാം സത്യനാരായണ എന്നാണ് ഈ സിനിമയിൽ രവി തേജയുടെ പേര്. ഈ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. ഇദ്ദേഹം ഒരു വൈൻയാർഡ് നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ വിദേശികൾ ഉണ്ടാക്കുന്നതാണല്ലോ നമ്മളിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് പകരം നമ്മൾ ഉണ്ടാക്കുന്ന വിദേശികൾ അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അനാർക്കലി എന്ന് പറഞ്ഞിട്ടൊരു വൈൻ ഉണ്ടാക്കുകയാണ്. ഈ വൈനിൻ്റെ സാമ്പിൾ പുള്ളി ഈ സ്പെയിനിലെ ഏറ്റവും വലിയ വൈൻ ഡീലറായിട്ടുള്ള ഒരു കമ്പനിക്ക് അയച്ചു കൊടുക്കും. പക്ഷേ ആ കമ്പനി ഇത് റിജക്റ്റ് ചെയ്തു. പുള്ളി ഉണ്ടാക്കിയ വൈൻ സൂപ്പറാണ് എന്ന് പുള്ളിക്കൊരു ധാരണയുണ്ട്. പക്ഷേ എന്നിട്ടും എന്തിനാണ് അവർ അത് റിജക്റ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി പുള്ളി നേരെ സ്പെയിനിലേക്ക് പോവാണ്. പോകുമ്പോൾ സ്വന്തം കൂട്ടുകാരൻ ലീലയെ കൂടി കൊണ്ടുപോകുന്നുണ്ട്. സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ ലീല എന്ന് പറയുന്ന പേരുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ഇയാൾ കൂട്ടുകാരനാക്കി കൊണ്ടു നടക്കുന്നതെന്ന്. അമ്മാതിരി ഒരു വൃത്തികെട്ടവനാണ് ഈ രാം സത്യനാരായണൻ. അങ്ങനെ അവർ സ്പെയിനിൽ ചെല്ലുന്നു. സ്പെയിനിൽ ഈ കമ്പനിയുടെ MD ഉണ്ട്, മാനസ ഷെട്ടി. അപ്പോൾ മാനസ ഷെട്ടിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ള, നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ എന്താണ് ചെയ്യുക, നേരെ അവരുടെ ഓഫീസിൽ കയറി ചെല്ലും, ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കും, അതിനുശേഷം അവരെ പോയി കാണും, കണ്ട് കൺവിൻസ് ചെയ്യാൻ നോക്കും. ഇയാൾ ഇതൊന്നുമല്ല ചെയ്യുന്നത്. നേരെ നിക്കറും ടീഷർട്ടൊക്കെ വലിച്ച് കയറ്റി ബീച്ചിലേക്ക് പോകും. മാനസ ഷെട്ടി അവിടെ ബീച്ചിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ മാനസ ഷെട്ടിയുടെ ബിക്കിനി ഷോട്ടുകൾ നമ്മളെ കാണിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം വയറ് കാണിക്കും, പിന്നെ നെഞ്ച് കാണിക്കും, കാല് കാണിക്കും, അങ്ങനെ കാണിച്ച് പോയിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു പാട്ടും കൂടി കുത്തിക്കയറ്റും. പാട്ട് പാടാൻ വേണ്ടിയിട്ട് വരുന്ന ആരാന്ന് വെച്ചാൽ ഈ രാം സത്യനാരായണൻ എന്ന് പറയുന്ന ക്യാരക്ടറില്ലേ, ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു വൃത്തികെട്ടവനാണ് ഈ എൽവിസ് എന്ന് പറഞ്ഞിട്ടാണ് എൽവിസ് എന്ന് പറയുന്ന ഇയാളുടെ തന്നെ ഒരു സെൽഫിനെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങേരുടെ ഓൾറെഡി ഓവറായിട്ടുള്ള ആക്ടിങ്ങിൻ്റെ കൂടുതൽ ഓവർ ആക്ടിങ് ചെയ്യുന്ന ഒരു വേർഷൻ. അയാൾ മഹാവൃത്തികെട്ടവൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമേ പിഴച്ചു പോയ ഒരുത്തൻ എന്ന് പറയാവുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാം സത്യനാരായണനോട് പറഞ്ഞിട്ട് എന്തായി ബോഡി മുഴുവൻ അളന്നില്ലേ, ഇനി റിപ്പോർട്ട് എടുക്കണ്ടേ എന്നൊക്കെ പറയുന്ന ഡബിൾ മീനിങ് തമാശ പറയുന്ന, ഏത് പെണ്ണിനെ കണ്ടാലും അവളുടെ ശരീരം കണ്ടു കഴിഞ്ഞാലും അത് എനിക്ക് വേണം എന്ന് പറയുന്ന പോലെ ആക്രാന്തം തോന്നുന്ന ഒരു ഇന്നർ സെൽഫായിട്ടാണ് ഈ എൽവിസിനെ കാണിക്കുന്നത്. എന്തായാലും മാനസ ഷെട്ടിയുടെ ശരീരം ഇങ്ങനെ കാണിച്ച് പോകുമ്പോൾ അവിടെയുള്ള സായിപ്പന്മാർ, ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ഇന്ത്യയിലെ ബീച്ചിൽ കൂടി ബിക്കിനി ഇട്ട് നടക്കുന്ന സമയത്ത് നാട്ടുകാർ മറ്റേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കയറി പിടിക്കാനും ചെല്ലുന്ന പോലെ സായിപ്പന്മാരൊക്കെ ഇറങ്ങി നടക്കുകയാണെന്നാണ്. എന്തായാലും സ്പെയിനിൽ വെച്ച് ബിക്കിനി ഇട്ട് നടക്കുന്ന മാനസ ഷെട്ടിയെ അവിടെയുള്ള കുറച്ച് സായിപ്പന്മാർ ഉപദ്രവിക്കാൻ ചെല്ലും. യു ആർ സോ ഹേർട്ട് എന്നൊക്കെയാണ് അവന്മാർ ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ നായകൻ തീരുമാനിക്കും ഇത് തന്നെ അവസരം, ആ സായിപ്പന്മാരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് മാനസ ഷെട്ടിയെ ഒന്ന് ഇംപ്രസ് ചെയ്യുക. പക്ഷേ ഇംപ്രസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വേറൊരു, എന്താ ഇനി പറയാം, നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കൂടുകൂട്ടുന്ന ഒരു പക്ഷിയില്ലേ, വേട്ടാവളിയൻ എന്ന് നമുക്ക് വിളിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടറിൻ്റെ പേര് വിന്ദ എന്നാണ്. ഈ വിന്ദയ്ക്ക് വേറൊരു എക്സ്പാൻഷൻ ഉണ്ട്, അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. വിന്ദ ഓടി വന്ന് സായിപ്പന്മാരെയൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്നു. എന്നിട്ട് മാഡമാണ് എൻ്റെ ദൈവം, മാഡമാണ് എൻ്റെ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് ഒടുക്കത്തോ ഓവർ ആക്ടിങ്ങും. അപ്പോൾ ഇവർ ആലോചിക്കും ആരാണ് ഈ വിന്ദ എന്ന്. അങ്ങനെ വിന്ദയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ മാനസ ഷെട്ടിയുടെ മാനേജർ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു ബോഡി ഗാർഡ്, എല്ലാം കം എന്ന് പറയാവുന്ന പോലെ എല്ലാ ജോലികളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന, അവരൊരു പഴത്തൊലിയിൽ ചവിട്ടി വീഴുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം പഴത്തൊലിയുടെ മുകളിൽ കൈ കൊണ്ട് വെച്ച് അവരുടെ ഹീല് കൊണ്ട് കൈ മുറിഞ്ഞു കഴിഞ്ഞാലും മേഡം എൻ്റെ ദൈവമാണ്, മേഡം എങ്ങാനും ആ പഴത്തൊലിയിൽ ചവിട്ടി വീണിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു ദുരന്തൻ. ഇത്രയൊക്കെ ഓവറായിട്ട് ഒരുത്തം പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാലോ അവൻ ചതിക്കുമെന്നുള്ളത്. പക്ഷേ മാനസ ഷെട്ടിക്ക് മനസ്സിലാവുന്നില്ല ഇവൾ എങ്ങനെയാണോ ഈ വൈൻ കമ്പനിയുടെ CEO അല്ലെങ്കിൽ MD ആയി മാറിയെന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. എന്തായാലും ഈ PA കണ്ണടച്ച് ഇവർ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാം സത്യനാരായണൻ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണല്ലോ. ഇവർക്ക് മാനസ ഷെട്ടിയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിചയപ്പെടാൻ ഇവർ പല വഴിയും നോക്കും. അപ്പോഴേക്ക് ഈ വിണ്ട ഫ്രണ്ടിൽ കയറി, വിണ്ട എന്ത് വേണ്ടെങ്കിലും ആവട്ടെ, അപ്പോൾ അവൻ ഫ്രണ്ടിൽ കയറി വരികയാണ്. പക്ഷേ രാം സത്യനാരായണൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഈ വിന്ദ എന്ന് പറയുന്നവൻ അതേ രാജ്യത്ത് തന്നെയുള്ള മറ്റൊരു വലിയ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ചാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവളുടെ ഈ മാനസയുടെ കമ്പനി തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നുഴഞ്ഞു കയറി ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല വൈൻയാർഡിൽ നിന്ന് വരുന്ന ഓഫറുകളൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് തല്ലിപ്പൊളി വൈനൊക്കെ അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. പാവം മാനസ ഷെട്ടി കമ്പനിയുടെ വലിയ മുതലാളിയാണ്. ബിക്കിനിയിട്ട് ബീച്ചിലൊക്കെ നടക്കും, പാട്ടും പാടി ഇങ്ങനെ പബ്ബിലൊക്കെ പോകും. പക്ഷേ പുള്ളിക്കാരി ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്താ ഇവരിങ്ങനെ? എന്തായാലും
ഇവൻ ഈ തട്ടിപ്പ് നടത്തുന്നുള്ള കാര്യം സത്യനാരായണൻ കണ്ടുപിടിക്കുകയാണ്. സത്യനാരായണൻ അത് മാനസ ഷെട്ടി അറിയിക്കുകയാണ്. മാനസ ഷെട്ടി ഇതറിഞ്ഞ് ഇവനെ ചവിട്ടി പുറത്താക്കുന്ന സമയത്ത് ബാറിൽ വെച്ച് നമ്മുടെ നായിക ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തും. അവർ വിതരണം ചെയ്യുന്ന ഒരു വൈൻ വാങ്ങിച്ച് കുടിക്കും. ആ വൈൻ കുടിച്ചിട്ട് അയ്യേ വൃത്തിയട്ട വൈൻ എന്ന് പറയും. അപ്പോൾ ആ മനസ്സ് വന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് മോശം വൈനാവുന്നത്. അപ്പോൾ ഉടനെ ഇവൻ അവരെ, അതായത് ഇത്രയും വലിയ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയുടെ മുതലാളിയുടെ അടുത്ത് അവൻ പറയും വൈൻ എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറാണ്. വൈൻ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ മറ്റേതാവും മറിച്ചാവും എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കും. ഓ വാവ് നല്ല പയ്യൻ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അപ്പം തന്നെ ഇംപ്രഷൻ വരികയാണ്. എന്തായാലും വിന്ദ എത്ര വൃത്തികെട്ടവനാണ് എന്ന് കാണിച്ചു കൊടുത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെ സിനിമയിലെ വേറെ കുറേ അവിടെ നിന്ന് ഇവിടുന്ന് കുറേ കഞ്ഞി സീനുകളൊക്കെ ഉണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നായിക ഉടനെ നായകനെ ഹഗ് ചെയ്യുന്നു. ഹഗ് ചെയ്ത് കഴിയുമ്പോൾ പാട്ട് വരുന്നു. പാട്ടിൻ്റെ ഇടയ്ക്ക് അണ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏകദേശം മനസ്സിലാവില്ല. എന്തായാലും പാട്ട് തീരുമ്പോഴേക്കും മാനസയും രാം സത്യനാരായണനും കൂടി ഒരു മുറിക്കകത്ത് കയറി കഥ കിടക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാം സത്യനാരായണ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേരെങ്കിലും ഈ മാനസയോട് ഇദ്ദേഹം പറയുന്ന പേര് സത്യ എന്നുള്ളത് മാത്രമാണ്. നല്ല സത്യസന്ധനായ ഒരു കഥാപാത്രം ആയതുകൊണ്ട് അങ്ങനെ അന്ന് രാത്രി സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ചു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അവളോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന കഞ്ഞി ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിലുള്ള എൽവിസില്ലേ അയാൾ വീണ്ടും വന്ന് ഓവർ ആക്ട് ചെയ്യും. നീ അവസരം കാത്തിരുന്നതല്ലേ മറ്റല്ലേ മറിച്ചല്ലേ എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കും. എന്തായാലും എൽവിസിനെ തള്ളി മാറ്റിക്കൊണ്ട് മാനസയോട് ഇദ്ദേഹം ചെന്ന് സോറി പറയുകയാണ്. അപ്പോൾ ഉടനെ മാനസ ചോദിക്കും നിനക്കഥവാ വല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ സോറി പറയാം. അയ്യോ അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്ന ആ കോൺവെർസേഷൻ നീണ്ടു പോകുമ്പോൾ മാനസ തന്നെ അയാളോട് പറയും എനിക്ക് ഓൾറെഡി 2 ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതാണ്, എനിക്ക് മടുത്ത്, അതുകൊണ്ട് നമ്മൾ ഈ ബന്ധം അധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, ഇന്നലെ രാത്രി വരെ സംഭവിച്ചതൊക്കെ നമുക്കൊരു ഫാന്റാസ്റ്റിക് മെമ്മറി ആയിട്ട് മനസ്സിൽ വെക്കാം, ഇപ്പോൾ നീ തിരിച്ചു പൊക്കുമെന്ന്. അങ്ങനെ അവനെ വണ്ടി കയറ്റി വിടും. എന്നാൽ ഈ മെനകെട്ടവൻ അനാർക്കലി എന്ന് പറയുന്ന അവൻ്റെ വൈൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസയും മുടക്കി സ്പെയിനിൽ വന്ന് ഇത്രയും കാശ് മുടക്കി സെറ്റിട്ട് ഡാൻസ് കളിച്ചത്. പക്ഷേ ഇനി ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചാലോ എന്ന് പറയുന്ന നന്മ വിഭൂതിയായിട്ട് അവൻ മാറും. പക്ഷേ അവൻ്റെ കൂട്ടുകാരനാണ് അവനെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഓർമ്മിക്കുന്നത്. നമ്മൾ ഈ ആണുങ്ങളെല്ലാവരും ഓരോ വൃത്തികേടൊക്കെ കാണിച്ചതിന് ശേഷം ന്യായീകരിക്കാൻ വേണ്ടി ഓരോ ഡയലോഗുകളൊക്കെ പറയും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഹൈദരാബാദിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ബാലയാണെന്നാണ്. ഈ ബാലാമണി ആരാണെന്നറിയോ? യവൻ്റെ ഭാര്യ. കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം അവൻ മാനസ ഷെട്ടിയോട് പറഞ്ഞില്ല. യവൻ ഇട്ടിരിക്കുന്ന ജട്ടി വരെ എടുത്തു കൊടുക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അതായത് അവന് വേണ്ടി ജീവിക്കുന്ന, ഇവൻ ഈ ലോകത്തുള്ള എല്ലാ പുരുഷന്മാർക്കും മാതൃകയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ഞാൻ എടുത്തു തരാത്തൊരു ഷർട്ട് പോലും നീ ഇടരുത് എന്ന് ഇടക്കിടക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും പൊസസീവ് മതിയായ ഈ ഭാര്യ ഹൈദരാബാദിലിരിക്കുമ്പോഴാണ് യവൻ വണ്ടി വിളിച്ച് സ്പെയിനിൽ വന്ന് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന എൽവിസിൻ്റെ വാക്കും കേട്ട് മാനസ ഷെട്ടിയുടെ അടുത്ത് നുണയം പറഞ്ഞ് കിട്ടിയ അവസരം മുതലെടുത്ത് എന്നിട്ട് അവൻ്റെ വലിയ ഡയലോഗ്. അങ്ങനെ ഇവൻ വണ്ടി വിളിച്ച് നേരെ നാട്ടിലേക്ക് വരികയാണ്. എന്തായാലും മാനസ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മെമ്മറി ആയിട്ട് വെച്ചാൽ മതി, ഈ ബന്ധം ഇതിനപ്പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും എനിക്കൊരു താല്പര്യമില്ല. അവൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ആ പെങ്കൊച്ചിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവനെ ഒഴിവാക്കി വിട്ടത്. ഇവ ശരിയല്ല, മുഖം കണ്ടറിയാലോ എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലായിരിക്കാം. എന്തായാലും മാനസ തിരിച്ചു വരില്ല എന്നുള്ള ധൈര്യത്തിൽ അവൻ ബാലയോടൊപ്പം ജീവിക്കുകയാണ്. ബാലയുടെ വീട്ടിലേക്ക് ഇവൻ കയറി ചെല്ലുന്ന സമയത്ത് മാനസ എടുത്തു കൊടുത്തൊരു ജാക്കറ്റാണ് ഇവൻ ഇട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ബാല പറയുന്നത് നിൻ്റെ എല്ലാ ഡ്രസ്സും ഞാനല്ലേ എടുത്തു തരുന്നത്, നിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് വരെ ഞാനല്ലേ എടുത്തു തരുന്നത്, അതല്ലാത്ത മറ്റൊരു ഡ്രസ്സ് നീ ഇടാറില്ലല്ലോ, അങ്ങനെ നീ സ്പെയിനിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ ഡ്രസ്സ്, എന്നാൽ ആ കോട്ടിന് എന്ത് വിലയുണ്ടെന്നോ അതിനെന്ത് ക്വാളിറ്റി ഉണ്ടെന്നുള്ളതോ ഇതൊന്നും ബാലയുടെ പ്രശ്നമല്ല. ബാല എടുത്തു കൊടുക്കാത്തൊരു ജട്ടി പോലും, ഇത് ഇടക്കിടക്ക് പറയുന്നതുകൊണ്ടാണ് ഞാനും ഓർപ്പിക്കുന്നത്, ബാല എടുത്തു കൊടുക്കാത്തൊരു ജട്ടി പോലും ഇയാൾ ഇടാൻ പാടില്ല എന്ന് പറയുന്ന അത്രയും സ്നേഹനിധിയായിട്ടുള്ള ഒരു ഭാര്യയായിട്ടാണ് ബാലയെ ഇവർ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവൾ ഇവൻ സ്പെയിനിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ആ ജാക്കറ്റ് അവൻ്റെ ദേഹത്ത് നൂരിയിട്ട് അവിടെ പണിക്ക് നിൽക്കുന്ന ഒരാൾക്ക് ഇന്നാ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തു വിടാണ്. ഇത് പാവപ്പെട്ടൊരു പണിക്കാരനല്ലേ, തണുപ്പുള്ള സമയത്ത് അവൻ ഇട്ടോട്ടെ എന്ന് വിചാരിച്ച് സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞാൻ എടുത്തു കൊടുക്കാത്ത ഒരു ഡ്രസ്സും എൻ്റെ ഭർത്താവ് ഇടാൻ പാടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഭാര്യ. ഈ സീൻ കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഈ നായകൻ്റെ അനിയത്തി ബഹളം വെക്കുന്നു എന്ന് പറഞ്ഞ് അളിയൻ്റെ ഒരു ഫോൺ കോൾ വരാണ്. ഇവൻ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ അളിയൻ സിംഗപ്പൂർ എങ്ങാണ്ട് ടൂറ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവൻ്റെ പെങ്ങൾ, അത് പ്രത്യേകം പറയണം കേട്ടോ, നമ്മുടെ നായകൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഈ അളിയൻ പുറത്ത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ ബാഗിൽ പോയ ആൾക്കാരുടെ പേര് സീൽ ചെയ്യുമല്ലോ, ആ കൂട്ടത്തിൽ ഈ അളിയൻ്റെ പേരിൻ്റെ കൂടെ മറ്റൊരു പെണ്ണിൻ്റെ പേര് കൂടിയുണ്ട്. അവൾ ആരാണ്, അവളുടെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടല്ലേ നീ പോയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെങ്ങൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അളിയനാണെങ്കിൽ അത് ഓൾമോസ്റ്റ് സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ ആണുങ്ങളൊക്കെ വൃത്തികെട്ടന്മാരല്ലേ അളിയ എന്ന് ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, അത് സിനിമയുടെ കുറച്ച് ഭാഗം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞേക്കാം. ഈ അളിയെന്ന് പറയുന്നവനില്ലേ, ഇവൻ അവൻ്റെ നാട്ടിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ്, ഇവന് 10-30 വയസ്സ് കഴിഞ്ഞാണ്, എന്നാലും ഇവൻ രാവിലെ എണീറ്റ് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിമാർ കോലം ഇടുന്നതൊക്കെ നോക്കി വെള്ളം ഇറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആൻറ്റിമാരോടുള്ള സ്നേഹം മൂത്തിട്ട് ഭർത്താവ് പിണങ്ങിപ്പോകുന്ന സമയത്ത് തലവഴി മണ്ണെണ്ണ ഒഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരു വീട്ടമ്മയെ ഇവൻ കയറി പിടിക്കും, അവസരം മുതലെടുത്തുകൊണ്ട്. ആ സ്ത്രീ ഇവൻ കയറി പിടിച്ച ഭാഗത്ത് ഇവന് കുറച്ച് മണ്ണെണ്ണ ആയിട്ടുണ്ടല്ലോ, ആ മണ്ണെണ്ണയിൽ തീയിട്ട് അവനെ ഓടിച്ചു വിടും. അതറിഞ്ഞ നാട്ടുകാർ മുഴുവൻ അവനെ ഓടിച്ചിട്ട് തല്ലും. അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇവൻ ട്രെയിനിൽ കയറും.
ആ ട്രെയിനിലാണ് ഈ നായകൻ ഉണ്ടായിരുന്നത്. ഈ വൃത്തികെട്ടവനെയാണ് അവൻ സ്വന്തം പെങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നായകൻ പിന്നെ മഹാനായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഈ അളിയനും പെങ്ങളും തമ്മിലുള്ള വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ അളിയനിപ്പോൾ സ്പെയിനിലൊക്കെ പോയതല്ലേ, അവിടെ സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ നോക്കി പോവില്ലേ എന്നൊക്കെ പറയുന്ന ഡയലോഗ് അടിക്കുമ്പോഴേക്കും ബാല ചാടി വീഴും. നീ എന്താടാ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം എല്ലാ പുരുഷന്മാർക്കും മാതൃകയായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഡോണ്ട് എവർ കമ്പയർ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. ആ സമയത്ത് നായകൻ്റെ കുറച്ച് എക്സ്ട്രാ എക്സ്പ്രഷനുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ നായകൻ്റെ വക ഡയലോഗൊക്കെ വരുന്നത്. വൈഫ് ഷീ ഈസ് മെയ്ഡ് ഇൻ സർവീസ്. ഇത് സബ് ടൈറ്റിൽ എഴുതിയപ്പോൾ MAD എന്നാണ് എഴുതിയത്, MAID എന്നാണ് എഴുതേണ്ടിയിരുന്നത്. അതായത് കർമ്മത്തിൽ ദാസിയും പിന്നെ എന്തോന്നിൽ മന്ത്രിയും പിന്നെ കിടപ്പറയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കിടുതാപ്പുണ്ടല്ലോ, പഴയ വൃത്തിയായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സാധനം പുള്ളി ഇംഗ്ലീഷിൽ പറയും. ഷീ ഈസ് മെയ്ഡ് ഇൻ സർവീസ്, മിനിസ്റ്റർ ഇൻ സജഷൻസ്, രംഭ ഇൻ മാട്രസ്, മദർ ഇൻ ഫീഡിങ് ആൻഡ് മദർ എർത്ത് ഇൻ ഫൊർഗീവ്നെസ്. ഭാര്യ ക്ഷമിക്കണം എന്നാണല്ലോ ഇവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയെ ക്ഷമിക്കണം, സ്പെയിനിൽ പോയ അവിടെ വെച്ച് മീറ്റ് ചെയ്ത മാനസ ഇവനോട് ക്ഷമിക്കണം. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഭാര്യമാരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഭർത്താക്കന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊക്കെ അവൻ അടിക്കുന്നുണ്ട്. എന്തായാലും ഭാര്യയുടെ ഈ ഓവർ സ്നേഹം കാണുന്ന സമയത്ത് രാമന് ഭയങ്കര സങ്കടം. അപ്പം നേരെ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. ഈ സിനിമയിലെ ഏറ്റവും വൃത്തിയായിട്ട ക്യാരക്ടറുകളിൽ ഒന്നാണ് ഈ സൈക്കോളജിസ്റ്റ്. ചോദിക്കും, ഇടയിൽ മാനസ ഇനി വരാനൊന്നും പോകുന്നില്ലല്ലോ, നിൻ്റെ ഭാര്യ ഓക്കെ അല്ലേ, നീ എല്ലാം മറന്നിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇതിൻ്റെ ഇടയിൽ അയാളുടെ രൂപത്തിനെ വെച്ചുകൊണ്ട് എലിഫൻറ്റ് ഇൻ ദ റൂം, അത് നിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് വൃത്തിയായിട്ട തമാശകളൊക്കെ ഉണ്ട്. ഓവർ ആക്ടിങ്ങിൻ്റെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ ഉള്ള ഓവർ ആക്ടിങ്ങാരെ ഒന്നും പോരാഞ്ഞിട്ട് ഒരു ചെറിയ പയ്യനെയും കൂടി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അവനൊരു ലോക ദുരന്ത എന്ന് വെച്ചാൽ പയ്യനെ ഞാൻ കുറ്റം പറയല്ല കേട്ടോ, എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നതും ഇമ്മാതിരി പരിപാടിയായിപ്പോയി. ത്രിനേത്ര എന്നാണ് അവൻ്റെ പേര്. ത്രിനേത്രം വന്ന ഉടനെ തന്നെ മമാ എന്ന് വിളിച്ചിട്ട് നേരെ നമ്മുടെ നായകൻ്റെ മെക്കിട്ട് കയറുകയാണ്. അവന് കുറച്ച് വില കൂടിയ സാധനങ്ങളൊക്കെ വേണമെന്ന് പറയുന്നു. ഈ രാം സത്യനാരായണ അത് വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവൻ എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്, ഈ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. എന്തായാലും അങ്ങനെ സന്തോഷമായിട്ട് എല്ലാ കള്ളത്തരങ്ങളായിട്ട് നമ്മുടെ നായകൻ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ നാട്ടിൽ വെച്ചിട്ട് ഒരു വൈൻ ഫെസ്റ്റിവൽ നടത്തുന്നത്. വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. നായകൻ ഒരു വൈൻ യാർഡിൻ്റെ CEO ആണല്ലോ. അപ്പോൾ അവൻ അവിടെ ചെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് അവൻ നോക്കുമ്പോണ്ടാ മാനസ വരികയാണ്. മാനസ സ്പെയിനിലെ വലിയ ഡിസ്ട്രിബ്യൂട്ടറാണല്ലോ. അപ്പോൾ അവരെ ഇവിടെ ക്ഷണിച്ചതാണ്. അങ്ങനെ 2 ആഴ്ചത്തേക്ക് അവർ ഹൈദരാബാദിൽ വന്നതാണ്. അപ്പോൾ ഉടനെ നായകൻ്റെ കൂട്ടുകാരൻ വന്ന് നായകനെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി, ലീലയുണ്ടല്ലോ, പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തും. പക്ഷേ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാനസ ഇവരെ കാണുകയാണ്. അപ്പോൾ ഞാനിവിടെ എത്തി, 2 ആഴ്ച ഇവിടെ ഉണ്ട്, നമുക്ക് ഇടയ്ക്ക് ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ പോയാലോ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളും നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്. വൈ നോട്ട് എന്ന് പറഞ്ഞ് അവനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന പഴയ ജയറാം സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അതേ പരിപാടികളൊക്കെ തന്നെയാണ്. ഭാര്യ ഒരു സൈഡിൽ, ജയറാം മുകേഷ്, അങ്ങനെ കുറേ കോമ്പിനേഷനിൽ നമ്മൾ ആ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് മലയാളത്തിൽ ചീഞ്ഞളിഞ്ഞ് പഴകിയതുകൊണ്ട് ബോളിവുഡിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. തെലുങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെ പുതുമ വേണമെന്നൊന്നും എനിക്ക് പല സിനിമകളും കാണുമ്പോൾ തോന്നാറില്ല. മൊത്തം ഓഡിയൻസിനെ കുറിച്ചല്ല പറയുന്നത്. ഈ പടമൊക്കെ ഇപ്പോഴും ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഇത്രയും പൈസ മുടക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് മാനസ ഒരു സൈഡിൽ നിൽക്കുന്നു, ബാല ഒരു സൈഡിൽ നിൽക്കുന്നു. പക്ഷേ ഇവന് 2 പേരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ 2 പേരെ സന്തോഷിപ്പിച്ച് 2 പേരെയും വിശ്വസിപ്പിച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇവൻ്റെ പങ്കപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. ഒരു ഷോപ്പിംഗ് മാളിൽ മാനസയുടെ കൂടെ ഷോപ്പിങ്ങിന് ചെല്ലുന്ന സമയത്ത് അതേ കടയിൽ അതേ സെക്ഷനിൽ ഇവൻ്റെ അണ്ടർവെയർ വരെ സെലക്ട് ചെയ്യുന്നത് ഭാര്യയാണല്ലോ. അപ്പോൾ ഇവന് ഷർട്ട് എടുക്കാൻ വേണ്ടി മാനസയും ഇവനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ സെക്ഷനിൽ തന്നെ ഇവൻ്റെ ഭാര്യയും വരുന്നു. ഭാര്യയുടെ കൂടെ അനിയത്തിയുണ്ട്. അപ്പോൾ ഉടനെ കൂട്ടുകാരനെ വിളിക്കുന്നു, കൂട്ടുകാരൻ അളിയനെ കോൺടാക്ട് ചെയ്യുന്നു. ഇതിനിടയിൽ ഈ അളിയനുമായിട്ടുള്ള ഒരു കോമഡി സീനൊക്കെ ഉണ്ട്. എന്തായാലും അളിയൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. ഇത്രയും വൃത്തിയായിട്ടവന് പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത സ്ഥിതിക്ക് അതിൻ്റെ പേരിൽ അളിയനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള വകുപ്പുണ്ടല്ലോ. അങ്ങനെ അളിയനും കൂട്ടുകാരനും കൂടി വന്നിട്ട് രാം സത്യനാരായണയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അത് വിജയിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആ ത്രിനേത്ര എന്ന് പറയുന്ന ചെറുതുണ്ടല്ലോ, അത് ഈ നായകനെയും മാനസയും ഒരുമിച്ച് കാണുന്നുണ്ട്. ചിറ്റപ്പാ എന്ന് വിളിച്ച് വീണ്ടും അവൻ ചെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പ്ലേ സ്റ്റേഷനും പിന്നെ ഐപാഡും ഒക്കെ സംഘടിപ്പിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കോമഡികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രവി തേജയുടെ സിനിമയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് മാനസ ഷെട്ടിയുടെ ബിക്കിനി പാട്ടൊക്കെ തുടക്കം മുതലേ തന്നെ 1, 2, 3 ഒക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ നാട്ടിൽ വന്ന് ഭാര്യയെ കാണിച്ച് ഭാര്യയോടുള്ള സ്നേഹം വരുമ്പോഴേക്കും ഭാര്യയുടെ സാരി പേരിനോ എന്ന് ചോദിക്കാൻ തോന്നുന്ന പോലത്തെ കുറച്ച് പാട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പാട്ട് സീനിൽ നായിക സാരി ഉടുക്കുന്നോ ഈവൻ ബിക്കിനി ഇടുന്നോ അതൊക്കെ അവരുടെ സൗകര്യമാണ്. പക്ഷേ വയറ്റിൽ നിന്ന് കണ്ണെടുക്കാതെ ക്യാമറ അതിൽ ഒട്ടിപ്പിടിച്ച് വെച്ച പോലെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാനേ വകുപ്പുള്ളൂ. എന്നാൽ ഈ മാനസ നാട്ടിൽ വന്ന് 2 ആഴ്ച ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴെങ്കിലും ഇവന് പറയാം,
എനിക്കൊരു ഭാര്യ ഉള്ളതാണ്. അപ്പോഴും അവനത് പറഞ്ഞില്ല. അങ്ങനെ ഒരു തരത്തിൽ ബാലൻസ് ചെയ്ത് രണ്ടും പുള്ളി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ അനാർക്കലി എന്ന് പറയുന്ന വൈൻ മാനസ ഷെട്ടിയുടെ കമ്പനി അവിടെ അപ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മാനസ ഷെട്ടി നാട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് ഇവരുടെ ഈ വൈൻയാർഡ് കാണാൻ വേണ്ടിയിട്ട് വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വൈൻയാർഡ് ഇവൻ്റെ ആണ് എന്നുള്ളത് ഇവൻ എന്തായാലും മാനസയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവൻ്റെ ഭാര്യ ആണെങ്കിൽ നമ്മുടെ കമ്പനി അപ്രൂവ് ചെയ്തിട്ടുള്ള മാനസ ഷെട്ടി വരാൻ പോവുകയാണെന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വളരെ സർപ്രൈസ് ആയിട്ട് ഇത് നായകനോട് പറയുമ്പോൾ എന്തായാലും പെട്ടു. ഭാര്യയും സ്പെയിനിലുണ്ടായിരുന്ന കാമുകിയും കൂടി ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരോട് രണ്ടുപേരോടുമായി കോമൺ ആയിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ള നുണകളൊക്കെ പൊളിഞ്ഞു വീഴും. അങ്ങനെ സങ്കടപ്പെട്ട് ഭയങ്കര സീനൊക്കെയാണ്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇവൻ നേരെ മാനസ ഷെട്ടിയുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലും, ഹോട്ടൽ റൂമിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് മദ്യപിച്ച് മദോന്മത്തനായ ശേഷം ഇവൻ ഈ ഉണ്ടായത് മുഴുവൻ തുറന്നു പറയും. ആ സമയത്ത് മാനസയ്ക്ക് ദേഷ്യം വരികയും ഇവനെ പുറത്തേക്ക് പിടിച്ച് തള്ളുകയും ചെയ്യും. അടിച്ച് ഫിറ്റായി കഴിഞ്ഞാൽ നായകൻ എങ്ങനെ വീട്ടിലെത്തി എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ. അങ്ങനെ അവൻ പിറ്റേ ദിവസം രാവിലെ അവൻ്റെ വീട്ടിൽ കണ്ണു തുറന്ന് നോക്കുമ്പോണ്ട് മാനസ ഷെട്ടി അവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. തൊട്ടടുത്ത് അവൻ്റെ ഭാര്യയും കൂടി വന്ന് നിൽക്കുകയാണ്. എന്താ ഇവിടെ സംഭവിച്ചത് എന്നാലോചിച്ച് ഇവനിങ്ങനെ ബ്ലിങ്കസ്യാന്ന് നിൽക്കുമ്പോഴേക്ക് ഇൻ്റർവെൽ ആവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേക്ഷകന് ജീവനും കൂടി രക്ഷപ്പെടാനുള്ളൊരു ക്യൂ ആണത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനാണ്, എന്തായാലും കണ്ടു തുടങ്ങി, ഇതങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയും കൂടി കാണാൻ ശ്രമിച്ചു. സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഇവനെ ഹോട്ടൽ റൂമിൽ നിന്ന് പിടിച്ച് തള്ളിയതിന് ശേഷം മാനസ ചെയ്തത് നേരെ ബാറിൽ പോയിരുന്നു വെള്ളം അടിക്കുകയാണ്. അതേ ബാറിൽ ഇവൻ്റെ പെങ്ങളെയും കൊണ്ട് ഇവൻ്റെ ഭാര്യ ബാല വെള്ളം അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ മാനസ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ശരിയാവും എന്നാലോചിച്ച് മാനസയെ ഇവർ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് മാനസയെ കല്യാണം കഴിഞ്ഞ ഒരുത്തൻ പറഞ്ഞു പറ്റിച്ച് മുങ്ങാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യം ബാല മനസ്സിലാക്കുന്നത്. അപ്പം തന്നെ മാനസേനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകുന്നു. ഇത്രയും ദുരവസ്ഥയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ എങ്ങനെയാണ് വിട്ടുകളയുക? മാത്രമല്ല അവളെ പറ്റിച്ച് അവന് നമുക്കൊരു പണി വാങ്ങിച്ച് കൊടുക്കണ്ടേ? എൻ്റെ ഭർത്താവാണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാർക്കും മാതൃകയായിട്ടുള്ള ഭർത്താവാണല്ലോ എന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ കൊണ്ടുവന്നേക്കാണ്. വീട്ടിൽ കൊണ്ടുവന്നത് പോരാഞ്ഞ് ഈ മാനസയുടെ ചേട്ടൻ, മാനസയും ചേട്ടനും തമ്മിൽ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ബാല കുറച്ച് കുടുംബിനിയായിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ കോള് വരുന്ന സമയത്ത് ബോധമില്ലാത്ത മാനസയെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് ചേട്ടൻ്റെ അടുത്ത് ദേ നിങ്ങളുടെ പെങ്ങളെ ഒരുത്തം പറ്റിച്ചിട്ടുണ്ട്, അവന് വേറെ ഭാര്യയൊക്കെ ഉണ്ടെന്ന് പറയുന്ന കാര്യം പറയുന്നു. ചേട്ടൻ അപ്പം തന്നെ വണ്ടി വിളിച്ച് വരികയാണ്. ഇത്രയും കൊടൂര വില്ലൻ ലുക്കിൽ ഇങ്ങനൊരു കിഴങ്ങനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ അവനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ മാനസ തന്നെ അവനെ ചീത്ത വിളിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു വില്ലൻ ഞാനിപ്പോൾ കൊല്ലുമെന്നും പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കോമഡി സീനുകളൊക്കെ കാണിക്കണമല്ലോ. ആ കോമഡി സീനുകളൊക്കെ ആയിട്ട് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവബഹുലമായി നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. കുറേ ചളി സീനുകളും ഓവർ ആക്ടിങ്ങുമായിട്ട് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകും. എന്തായാലും മാനസ ബാലയുടെ അടുത്ത് കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. പകരം രാം സത്യനാരായണനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തും. ഒന്നെങ്കിൽ നീ ഭാര്യ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ സ്പെയിനിലേക്ക് വരണം, അല്ലെങ്കിൽ ഭാര്യയോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി നീ അനുഭവിച്ചോണം. എന്തായാലും സ്പെയിൻ അല്ലെങ്കിൽ പെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം സെലക്ട് ചെയ്തേ പറ്റൂ. അതിൻ്റെ ഇടയിൽ ഈ മാനസയുടെ ചേട്ടൻ ഷെട്ടി ഒരു കാര്യമില്ലാതെ സ്പെയിനിൽ ഇവള് തന്നെ ചവിട്ടി പുറത്താക്കിയ ആ വിൻഡോ എടുത്തുകൊണ്ട് വരും. അവൻ വന്ന് ഈ ഫാമിലീനെ മുഴുവൻ എന്തോ ഒരു സംക്രാന്തി ദിവസം എന്താണ് ഇവരെ എല്ലാവരെയും പിടിച്ചു നിർത്തിയിട്ട് ഗെയിം കളിച്ചതിന് ശേഷമേ ഞാൻ ട്വിസ്റ്റ് പറയുള്ളൂ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മറ്റേ അന്താക്ഷരിയും ഡംഷരാടും ഒക്കെ കളിപ്പിച്ച് ഇങ്ങനെയും മുന്നോട്ട് പോകും. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഈ വിണ്ട പറയും സത്യമല്ല ഇവളെ പറ്റിച്ചിട്ടുള്ള ആള്, സത്യയുടെ ഫ്രണ്ട് ലീലയാണെന്ന്. ഉടനെ ചേട്ടൻ വന്ന് വിണ്ടയെ തല്ലും. ചേട്ടനെ മാനസ വന്ന് ചീത്ത വിളിക്കും. അങ്ങനെ ചേട്ടൻ്റെ എപ്പിസോഡ് കഴിയും. എന്തായാലും മാനസ വേഴ്സസ് ബാല ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റുമെന്ന് നമ്മുടെ നായകൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത സോങ് വരുന്നു. മാനസയും ബാലയും കൂടി നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള പാട്ടുകളിലെ പോലെ ടിപ്പിക്കൽ രവിതേജ സിനിമകളിലെ നായികമാർ എന്താണോ ഡാൻസറിടുന്ന കോസ്റ്റ്യൂം അതിട്ട് വന്നിട്ട് രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചുള്ളൊരു ഡാൻസ്. ഇതിനിടയ്ക്ക് മാനസ സത്യയെ ഒരു പരിപാടിക്ക് വിളിക്കും, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും സാരി ഉടുത്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടിപ്പിക്കൽ രവിതേജ സിനിമയിൽ ഒരു സ്ത്രീയെ എങ്ങനെ ഡ്രസ്സ് ചെയ്യിക്കോ അങ്ങനെ ഡ്രസ്സ് ചെയ്യിച്ചിട്ട് ഒരുപാട്, അതായത് ആ പബ്ബ് മുഴുവൻ സ്ത്രീകൾ സാരി ഉടുത്തിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും നേരം ഒരു നായികയുടെ വയറിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഡാൻസ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ ഒരു ലോഡ് വയറുമായിട്ട് രവിതേജ വീണ്ടും നിന്ന് ഡാൻസ് കളിക്കും. അതിനുവേണ്ടി ഇത് പഴയ പാട്ടിൻ്റെ റീമിക്സ് നമ്മളെ കേൾപ്പിക്കും. എന്തായാലും ഈ ഷെട്ടിച്ചേട്ടൻ വന്ന് നമ്മുടെ സത്യയെ ചോദ്യം ചെയ്തു തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം വരുമ്പോഴേക്കും ബാല ചാടി വീഴും. എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരെങ്കിലും വളർന്നാൽ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകും. ആ വീട്ടിൽ പോണ വഴിക്ക് ഈ രാം സത്യനാരായണൻ ഭാര്യയോട് തുറന്നു പറയും മാനസയെ പറ്റിച്ച കല്യാണം കഴിഞ്ഞാൽ വൃത്തിയായിട്ടവൻ ഞാൻ തന്നെയാണ് കൂട്ടുകാരിയെന്ന്. സ്വാഭാവികമായും ബാലയ്ക്ക് വിഷമവും. ബാല കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നീ എന്തിനാണ് അവളുടെ പുറകെ പോയത്? ഞാൻ നിന്നെ എല്ലാ കാര്യവും നോക്കി, നിൻ്റെ അണ്ടർവെയർ വരെ സെലക്ട് ചെയ്തെന്ന് ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നില്ലേ? നിനക്ക് എന്നെ ബോറടിച്ചിട്ടാണോ അതോ ഈ ലൈഫ് മടുത്തോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ അവിടുന്നും എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റൂ, ഇവിടുന്നും എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഈ നായകൻ്റെ ഒരു ആത്മകഥ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ പുരുഷനായ എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതായത് ഈ ഭർത്താവ് ഭാര്യ ഉണ്ടെന്നുള്ളത് മറച്ചു വെച്ച് മറ്റൊരു പെൺകുട്ടിയുമായി സെക്സിൽ ഏർപ്പെട്ടു.
അവിടെ നിന്ന് തിരിച്ചു വന്ന് ഭാര്യയുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 2 പെൺകുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അവർ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പുരുഷനായി എൻ്റെ മുന്നിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ 2 സ്ത്രീകളെയും വിളിച്ചു വരുത്തും. 2 പേരെയും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിർത്തിയിട്ട് ഇവൻ തിരിഞ്ഞു നിൽക്കും. മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് ഇവൻ്റെ ന്യായീകരണം എന്താണെന്നറിയോ? നീ എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് ഉണ്ടായിട്ടില്ലേ, എന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞാൽ നീ എനിക്ക് ജോലിക്കാരുണ്ടാക്കി തന്നെ ഭക്ഷണമൊക്കെ നീ ഉണ്ടാക്കിയ ഭക്ഷണം പോലെ കൊണ്ട് വിളമ്പുമ്പോൾ ഞാൻ വല്ലതും നിന്നെ പറഞ്ഞിട്ടുണ്ടാ? പിന്നെ നിനക്ക് എന്താ ഇങ്ങനെ നീ ഇങ്ങനെ? അത് കഴിഞ്ഞ് നേരെ മാനസയുടെ അടുത്തേക്ക്, നീ എന്തൊരു ഭംഗിയാണ്, ഇത്രയും ഭംഗിയുള്ള നീ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ എന്ത് ചെയ്യും? ഇവൻ്റെ സ്വന്തം ഭാര്യ ബാല അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പം മാനസയുടെ മുഖത്ത് നോക്കി അവൻ പറയുന്നത്, നീ എന്തൊരു ഫിഗറാണ്. എന്നിട്ട് ലോകത്തുള്ള കുറേ സുന്ദരിമാരുടെ പേരൊക്കെ പറയും. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഇത്രയും ഫിഗറുള്ള നീ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിന്നെ ആട്ടി വിടണോ? ഞാൻ ഏതൊരു പുരുഷൻ ചെയ്യുന്നതല്ലേ ഞാൻ ചെയ്തോളൂ എന്നൊക്കെ പറയുന്ന പോലത്തെ കോണ ന്യായീകരണമാണ്. ഇത്രയും ബോഡി സ്ട്രക്ചറൊക്കെ ഉള്ള ഒരു പെൺകുട്ടി വന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ സംഭവിക്കും അത്രേ. എന്നിട്ട് മറ്റേ മാങ്ങാത്തൊലി ഡയലോഗും കൂടി പറയും, ഐ എം എ കോമൺ മാൻ. അത് കഴിഞ്ഞ് നേരെ ഭാര്യയുടെ അടുത്തേക്ക് തിരിയും. അതെന്തിനാണെന്നറിയോ? ഞാനൊരു കോമൺ പുരുഷനാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. ഞാനും നീ ഇവിടെ വളരെ ഹാപ്പി ആയിട്ടല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നീ എന്തിനാ എന്നെ ഒറ്റയ്ക്ക് സ്പെയിനിലേക്ക് വിട്ട്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാ ദിവസവും നീ എന്നെ നിൻ്റെ അടുത്ത് കിടത്തിയല്ലേ ഓർക്കണത്. അപ്പോൾ ഒരു ദിവസം നീ എൻ്റെ അടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നീയല്ലേ ആലോചിക്കേണ്ടത്. സാധാരണ കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരു സ്ത്രീയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് കിടക്കുന്ന ഇഷ്ടി എടുത്ത് അവൻ്റെ തലക്കടിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ നായകനായി പോയില്ലേ, മറ്റേ മോനായി പോയില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇവളിത് കേട്ടുകൊണ്ടിരിക്കുക. ഇവനെയാണോ ഞാൻ അണ്ടർവെയർ വരെ വാങ്ങിച്ചു കൊടുത്ത് വളർത്തിയത് എന്ന് ഭാര്യയ്ക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. ഈ വൃത്തികെട്ടവനെയാണോ ഞാൻ കുറച്ച് നേരത്തേക്കെങ്കിലും വിശ്വസിച്ചതെന്ന് മാനസികം തോന്നിയിട്ടുണ്ടാവും. എന്തായാലും മാനസ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് നാളെ നീ ജർമ്മനി പോയിട്ട് അവിടെയും ഒരു സുന്ദരിയായ പെൺകുട്ടി നിന്നോട് ഇടപഴകാൻ വന്നാൽ നീ അവിടെയും ഇത് തന്നെ കാണിക്കില്ലേ എന്ന്. ആക്ച്വലി അത് സത്യസന്ധമായിട്ടുള്ളൊരു ചോദ്യമാണ്. അവൻ അപ്പം തന്നെ 2 പേരെ നോക്കി തൊഴുതിട്ട്, ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല എന്ന് പറയുന്ന കണവണ ഡയലോഗ് അടിച്ച് നേരെ നടന്നു പോയി കാർ എടുക്കും. എന്നിട്ട് ആ കാർ അവൻ ഫാസ്റ്റായിട്ട് ഓടിച്ച് ചാടിച്ചുകൊണ്ട് പോകുന്നതാണ് സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അതാ ഞാൻ പറഞ്ഞു, ഈ മുഴുവൻ സിനിമയുടെ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ചാടിച്ച കാർ എയറിൽ നിന്ന് പൊട്ടിത്തകർന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുമെന്ന്. എന്തായാലും ആ കാറ് ചാടിച്ചിട്ട് ഇവന് വലിയ അപകടമൊന്നും സംഭവിക്കില്ല. ഇവൻ പണ്ട് മറ്റേ റേസറൊക്കെ ആയിരുന്നു അത്രേ. അങ്ങനെ റേസർ ആയതുകൊണ്ട് കാർ ആക്സിഡൻ്റ് ആകുമ്പോൾ സേഫ് ആയിരിക്കാനുള്ള പരിപാടി ഇവൻ അറിയാം. അങ്ങനെ അവന് കൈക്ക് മാത്രമേ പരിക്കായിട്ട് ഇവൻ ആശുപത്രി കിടക്കുകയാണ്. ആശുപത്രി കിടക്കുമ്പോൾ ഈ ഭാര്യയും കാമുകിയും പിന്നെ ഇവൻ്റെ കൂട്ടുകാരും ഒക്കെ ഈ ആശുപത്രി മുറിയുടെ പുറത്ത് നിൽക്കുകയാണ്. ഈ കൂട്ടുകാരായിട്ടുള്ള വൃത്തികെട്ടവന്മാരുണ്ടല്ലോ. ഇപ്പോൾ അളിയൻ പറയുന്നൊരു ഡയലോഗ്, എല്ലാ ആണുങ്ങളും മഹാവൃത്തികെട്ടവന്മാരാണ്, ഞാനും അളിയനും ഒക്കെ. പക്ഷേ അളിയൻ നല്ലവനാണ്. അതായത് എല്ലാ വൃത്തികേടും ഒക്കെ കാണിക്കും, നുണ പറഞ്ഞ് വേറെ ഭാര്യ ഉള്ളത് മറച്ചു വെച്ച് മറ്റൊരു സ്ത്രീയുമായി സംസർഗ ഗുണദോഷമൊക്കെ ഉണ്ടാക്കും. പക്ഷേ അവൻ നല്ല ആളാണെന്ന് പറയും. ഈ കൂട്ടുകാരനാണെങ്കിൽ, നിങ്ങൾ 2 പേരും സത്യം അറിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വിഷമം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന ഒരു ബലരാമനാണവൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ്. ഇതിൻ്റെ ഇടയിൽ സൈക്കോളജിസ്റ്റ് വന്ന് പറയും, ഈ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച വേറൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സൈക്കോളജിസ്റ്റിനെയൊക്കെ ആശുപത്രിയുടെ 11ാം നിലയിൽ നിന്ന് തള്ളി താഴെടുന്നതാണ്. എന്തായാലും ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് വേണ്ടപ്പെട്ട ആളുകൾക്ക്, വളരെ കുറച്ച് ആളുകൾക്ക് കയറി കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരനും അളിയനും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവരെ 2 പേരും ഒരുമിച്ച് അവൻ്റെ അടുത്തേക്ക് കയറ്റി വിടും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ 2 സ്ത്രീകളും ഒരുമിച്ച് അവനോട് ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഉടനെ അവൻ പറയും, അതാണോ നിങ്ങൾക്ക് ഇപ്പോഴും അറിയേണ്ടത്? നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ എന്നൊക്കെ ബാലയോട് ചോദിക്കും. എന്തായാലും അവിടെ ഇവൻ്റെ കണകണ കുറേ ഡയലോഗുകളും ചളി കോമഡികളും ഇതുപോലത്തെ ദുരന്ത ന്യായീകരണങ്ങളും കഴിഞ്ഞിട്ട് ബാലയും മാനസയും കൂടി പുറത്തിറങ്ങി ഇന്ന് സംസാരിക്കും. അപ്പോൾ മാനസ ബാലയോട് പറയും, എനിക്ക് ഇവനെ സ്പെയിനിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിക്കേണ്ട ഒരു കാര്യമില്ല, ഈ വൃത്തിയായിട്ടവരെ നീ തന്നെ വെച്ചോ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത് വളരെ മാന്യമായി നല്ല ഭാഷയിൽ പറയും. അന്ന് അങ്ങനെ സംഭവിച്ചു പോയി, പക്ഷേ എനിക്കിവനെ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, നിങ്ങളുടെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. എന്തായാലും ബാല അതിന് എന്തൊക്കെയോ കൗണ്ടർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ കേൾപ്പിക്കില്ല. ബാലയും മാനസയും പുറത്തു നിന്ന് സംസാരിക്കുന്നത് ആശുപത്രിയിൽ ഈ വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളെ കിടപ്പിക്കുന്ന, അത് ICU ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു മുറി, അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന യവൻ നോക്കി കണ്ടിട്ട് അവിടെ നിന്ന് കിടക്കപ്പായിൽ നിന്ന് എണീറ്റിട്ട് പ്രേക്ഷകർക്കൊരു ഉപദേശം തരും. എല്ലാവരുടെയും ഉള്ളിൽ 2 വോയിസ് ഉണ്ടാവും. അതിലൊന്ന് എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ചെയ്തോ എന്ന് പറയുന്ന ഒരു സ്വരമാണ്. പക്ഷേ അത് ചെയ്യരുതേ എന്ന് പറയുന്ന ഒരു സ്വരമുണ്ട്. അതാണ് ശരിക്കുള്ള നമ്മുടെ സ്വരം. അതുകൊണ്ട് ഇനി അടുത്ത അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വോയിസ് മാത്രം കേൾക്കുക, അങ്ങനെ സേഫായിരിക്കുക. ഓൾവേസ് ലിസൺ ടു യുവർ ഓൺ വോയിസ് എന്നാണ് ഈ വൃത്തികെട്ടവൻ പറയുന്നത്. ശരിക്കും ഇവൻ നാട്ടുകാർക്ക് ഉപദേശം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടിയിരുന്നത് ഇവനെപ്പോലെ ഒരു വൃത്തികെട്ടവനെ എന്തിൻ്റെ പേരിലാണെങ്കിലും കല്യാണം കഴിക്കുകയോ കൂടെ കൊണ്ട് നടക്കുകയോ ചെയ്യരുത് എന്നാണ്. അത്രയും വൃത്തികെട്ടൊരു ക്യാരക്ടർ. എന്നിട്ട് അതിൽ എനിക്ക് ഏറ്റവും വൃത്തികേടായി തോന്നിയത്, പുരുഷന്മാരൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാധനം. സിനിമയുടെ തുടക്കം മുതലേ ഇയാൾ ഇങ്ങനെ പറയുന്നത്, പുരുഷന്മാരൊക്കെ ഇങ്ങനെ എല്ലാവരും നിന്നെ പോലെ വൃത്തികെട്ടവനും പാഴൊന്നുമല്ല, കാണിക്കാവുന്ന വൃത്തികേട് മുഴുവൻ കാണിച്ചിട്ട് അവയിരുന്ന് ഉപദേശിക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞ് പറ്റിച്ച 2 സ്ത്രീകളെയും മുന്നിൽ നിർത്തിയിട്ട് അവരെ കൺഫ്യൂസ് ചെയ്ത് അവരുടെ ഭാഗത്താണ് തെറ്റെന്ന്
ഭാര്യ വാങ്ങിച്ചു തരുന്ന അണ്ടർവെയർ നിനക്ക് ഇടാൻ പറ്റൂലെങ്കിൽ, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കളർ പോരാന്നാണെങ്കിൽ നീ വേറെ വാങ്ങിക്കണം. ഭാര്യയോട് പറയണം എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടുമെന്ന്. ജോലിക്കാരൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അടിപൊളിയാണല്ലോ എന്നല്ലല്ലോ ചോദിച്ചു. പിന്നെ മാനസിയോട് പറഞ്ഞ് കാണാൻ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി വന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പോകും. അങ്ങനെ എത്ര ഫിഗറുള്ള പെൺകുട്ടി വന്നാലും ഏത് തരം റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയണം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അവളത് ആദ്യം മുതലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നാട്ടിലെത്തിയ സമയത്തും അവൾ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെയാണ്. അപ്പോൾ ഈ വൃത്തിയായിട്ടവൻ എന്താ പറഞ്ഞ്, എൻ്റെ വീട്ടിൽ പെങ്ങളും പെങ്ങടെ നാത്തൂനും ഉണ്ടെന്ന്. പെങ്ങടെ നാത്തൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവൻ്റെ ഭാര്യയാണല്ലോ, അത് അവൾ ഊഹിക്കണം എന്ന് പറഞ്ഞ് ഹു എന്ന് പറഞ്ഞ് ചിരിക്കുന്ന സീനൊക്കെ സിനിമയിലുണ്ട്. അതായത് മാനസയുടെ അടുത്ത് സത്യം പറഞ്ഞുമില്ല, കള്ളം പറയുകയും ചെയ്തു, ഉള്ള സത്യം മറച്ചു വെക്കുകയും ചെയ്തു, എന്നിട്ട് അവളെ പറ്റിച്ചു. സ്വന്തം ഭാര്യയെ താനെന്തോ മര്യാദ പുരുഷോത്തമനാണെന്ന് പറയുകയും അവളുടെ അടുത്തുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാതെയൊക്കെ ഇരുന്ന് അവളെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവരോട് രണ്ടുപേരോടും ഇതൊക്കെ നിങ്ങളുടെ മിസ്റ്റേക്കാണ്, എന്ത് സുന്ദരിയായിട്ടിരുന്നത് മാനസയുടെ മിസ്റ്റേക്കാണ്, സ്നേഹം കാണിച്ചത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചത് ഭാര്യയുടെ മിസ്റ്റേക്കാണെന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞിട്ട് ഇവൻ മറ്റേ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ യവൻ കാണിച്ച അതേ എക്സ്പ്രഷനാണ് സിനിമ കഴിയുമ്പോൾ രവി തേജയുടെ മുഖത്ത് നോക്കി നമുക്ക് കാണിക്കാനുള്ളത്. നമിച്ചു. ഇങ്ങനെ വൃത്തികെട്ട സിനിമകളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു? എന്നിട്ട് ഇതൊക്കെ പ്രേക്ഷകരെ കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു? അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് സിനിമകൾ എങ്ങനെ കിട്ടാൻ പറ്റുന്നു? ഈ നായികമാരെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു? എൻ്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടാനില്ലാത്ത കുറേ കൊച്ചു പുസ്തകങ്ങളുണ്ട്, നീലയും മഞ്ഞയൊക്കെ ആയിട്ട്. അതൊക്കെ അണ്ണ മൂടോടെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ്. അതൊക്കെ ഓരോരോ കഥയായിട്ട് അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ സിനിമയായിട്ട് ഇറക്കും. ഞാൻ ഇങ്ങേരുടെ സിനിമകളിൽ മിക്കതിൻ്റെ റോസ്റ്റാണ് കണ്ടിട്ടുള്ളത്. ഒരു സിനിമ മുഴുവത്തോടെ ഇരുന്ന് കണ്ടപ്പോഴാണ് ഇത് എന്തുമാത്രം ദുരന്തമാണെന്നും പാവം റോസ്റ്റേഴ്സ് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായത്. അവർക്ക് എല്ലാവർക്കും അവരുടെ നഷ്ടപ്പെട്ട മനസമാധാനത്തെ ഓർത്ത് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ മെനകെട്ട പടം ZEE5 വേണമെങ്കിൽ വേണോ ആലോചിച്ചിട്ടൊക്കെ ഒരു തീരുമാനത്തിൽ എത്തുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അപ്പോൾ ശരി, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.